ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഗൈസ്, ഞാനിന്ന് ഒന്ന് പ്രസവിച്ച് കഴിഞ്ഞ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. കാര്യം എന്താണെന്നല്ലേ, എന്നൊക്കെ സംബന്ധിച്ച് ഞാനൊക്കെ നല്ല മെലിഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് കൊറോണ വന്ന സമയത്തേക്ക് കുറച്ച് നാള് റേഷനരി ഇരുന്ന് അങ്ങോട്ട് കഴിച്ച്, അതോടെ കുറച്ച് ബബ്ലിയായി. അത് കഴിഞ്ഞ് കുറച്ചും കൂടി കുറച്ച് പഴയ ഒരു അത്ര ലെവലിലേക്ക് എത്തിയില്ലെങ്കിലും കുറച്ച് വെയിറ്റ് ഒക്കെ കുറച്ച് മെലിഞ്ഞ് അതിന് ശേഷമാണ് കല്യാണം കഴിക്കുന്നത്. കൊറോണന്റെ ഇടയിലായിരുന്നു കല്യാണം. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, വിരുന്നോട് വിരുന്ന്, പോന്നോടത്ത് ബിരിയാണി ബിരിയാണി ബിരിയാണി, അല്ലെ മന്തി, ഒന്നും പറയണ്ട. എന്നാലും അവിടെ നിന്നൊക്കെ ഞാൻ തടി വെക്കുമല്ലോ വിചാരിച്ച് കുറച്ച് 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 കഴിച്ചു. പക്ഷെ എന്തായി, മോനുണ്ടായതിനു ശേഷം ദാ കിടക്കുന്നു പിന്നെയും തടി. 64 കിലോ ആണ് ക്യാരി ആവുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നത്. പിന്നെ അത് 71ലേക്കാണ് എത്തിയത്. അതിനുശേഷം ഞാനത് കുറച്ച് ഒരു 65-ലെത്തിച്ചു. അതൊക്കെ പോട്ടെ. തടി വെച്ച് തടി വെച്ചു തടി വെച്ചു, ഇത് മാത്രമേ ഉള്ളൂ ഗൈസ് കേൾക്കാന്. ഒന്ന് പ്രസവിച്ചതാന്നുള്ള ഒരു കൺസിഡറേഷൻ പോലും ഒരാൾക്കാരും നമുക്ക് തരൂല. നമ്മളെ കഴിഞ്ഞും പ്രശ്നമാണ് നമ്മുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും. ഒരു രക്ഷയില്ല. പണ്ടൊക്കെ മെലിഞ്ഞു കിടന്നപ്പം ഇതെന്തേതൊരു മെലിച്ചിലാണ്, കഴുത്തിന്റെ സൈഡിൽ വെള്ളം ഒഴിച്ചാൽ അതിങ്ങനെ കെട്ടി നിൽക്കും ഇവിടുത്തെ എല്ലില്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായ പ്രശ്നങ്ങളായിരുന്നേ. തടി ഒന്ന് വെച്ചപ്പോ ദേ കിടക്കണ്, തടി വെച്ചു. ഇന്റെ പിന്നെ എന്നാ ഒന്നും മനസ്സിലാക്കണ്ടേ, ഒന്ന് പ്രസവിച്ചതാണ്. എന്നെയൊക്കെ സംബന്ധിച്ച് ഇപ്പം കഴിക്കാൻ ഒരുപാട് സാധനങ്ങൾ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും കഴിക്കുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ ആദ്യ ഈശ്വരാ തടി വെക്കുമല്ലോ, നമുക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യും. അത് നമ്മുടെ ചുറ്റിനുള്ള ആരും അത് മനസ്സിലാക്കില്ല എന്നുള്ളതാണ് നമ്മുടെ മെയിൻ വിഷമം എന്ന് പറയുന്നത്. ഞാൻ എന്നെ സംബന്ധിച്ച് തടി വെക്കുമെന്ന് വിചാരിച്ചിട്ട് മോനുണ്ടായിട്ട് അതിനുശേഷം ഞാനൊരു ട്രീറ്റ്മെന്റ് പോലും എടുത്തില്ല. എന്നിട്ട് ഒരു പച്ചവെള്ളം കുടിച്ചാലും മതി, ഞാൻ തടി വെക്കും. അങ്ങനെ പട്ടിണി എടുക്കലാണ് ഇപ്പൊ എന്റെ ഹോബി. ഇതേപോലെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.